ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഏവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പരദൂഷണം പറയുന്നത് നമ്മുടെ ജലജേനയാണ് കേട്ടോ. അങ്ങനെ ജലജ നവ്യയ്ക്ക് മുന്നിൽ വന്ന് ചന്തുമോളുടെയും നയനയുടെയും ആദർശിന്റെ ഒക്കെ പരദൂഷണം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മോൾക്ക് ഒരു സ്ഥാനം കിട്ടണം, നിന്റെ മോൻ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. ചന്തുമോൾ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ മോന് ഒരു സ്ഥാനവും കിട്ടാൻ പോകുന്നില്ല. മോന് പോയിട്ട് നിന്റെ ഭർത്താവിന് പോലും ഇവർ സ്ഥാനം കൊടുക്കത്തില്ല. നിന്നെ ഇവിടെ ഉള്ളവരെങ്ങനെയാ കാണുന്നതെന്ന് അറിയാമോ? നമ്മുടെ ജൂവലറിയിലുള്ള ഓരോ സ്റ്റാഫില്ലേ, ആ സ്റ്റാഫ് പോലെ തന്നെയാ അഭിയെ. ആ അഭിയുടെ മോനാണല്ലോ അനന്ത പത്മനാഭൻ. അപ്പൊ അവൻ അത്രയും വിലയും നിലയും ഒക്കെ മതിയെന്ന് അങ്ങ് വിചാരിച്ചു കാണും. അതല്ലേ സത്യം. ഇത് കേട്ടത് നവ്യക്ക് ദേഷ്യമായിട്ടോ. നവ്യക്കാണെങ്കിൽ എന്തു പറയണമെന്നൊന്നും അറിയില്ല. ആ ഒരു രീതിയിൽ നിൽക്കുകയാണ്. മാത്രമല്ല ജലജ പറയുന്നതൊക്കെ അപ്പാടെ കണ്ണടച്ച് വിശ്വസിക്കുക എന്നുള്ളത് ഇപ്പൊ നവ്യയുടെ ഒരു പതിവ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ നവ്യ ഇങ്ങനെ പലതും ആലോചിച്ച് ഇങ്ങനെ കൂട്ടിയപ്പോഴത്തേക്കും നീ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല മോളെ, ഇനി എത്ര ആലോചിച്ചിട്ടും കാര്യമില്ല. ദേ ഒരു കാര്യം ഞാൻ പറയാം. മറ്റവളുണ്ടല്ലോ, ആ കിടക്കുന്നവള്, വാഴ വെട്ടിയിട്ട് പോലെ കിടക്കുന്നവള്, അവൾ ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവളെയും ഇവിടെ കയറ്റി താമസിപ്പിക്കും. ആര്? മുത്തച്ഛൻ. നിനക്കറിയില്ല അച്ഛന്റെ സ്വഭാവം. അച്ഛൻ മിക്കവാറും നയനെയും ആ വെട്ടിയിട്ട് വാഴ പോലെ കിടക്കുന്ന അവളെയും ഇവിടെ താമസിപ്പിച്ച് രണ്ട് ഭാര്യമാരെ ആദർശനുണ്ടാക്കി കൊടുക്കും. അതിനുപോലും മടിക്കത്തില്ല. ഓ, എന്തൊക്കെയായിരുന്നു അനന്തപുരി തറവാട്, ആദർശന്റെ ആദർശം. എന്നിട്ടിപ്പൊ എന്തായി? ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മളെ ഇവിടെ ഉള്ളവർ അങ്ങനെയാ കാണുന്നത്. നീ ആരാ? അബിയുടെ ഭാര്യ. അബി ആരാ? ഈ കുടുംബത്തിലെ ആരെങ്കിലും ആണോ? എപ്പോഴും നാഴിക്ക് 40 വട്ടവും പറയാറില്ലേ ഞാൻ ഇവിടുത്തെ ദത്ത് പുത്രിയാണെന്ന്. അതിപ്പോഴും അവരുടെ മനസ്സിലുള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാ ദേ നയനയ്ക്ക് കൊടുക്കുന്ന സ്ഥാനം മോൾക്ക് തരാത്തത്. ആ, ഇനിയിപ്പം കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജലജ അങ്ങ് പോയത്. ഇതെല്ലാം കൂടെ മനസ്സിൽ കയറിയിട്ട് വല്ലാണ്ടങ്ങായി നമ്മുടെ നവ്യയ്ക്ക്. തനിക്ക് ഈ വീട്ടിലൊരു സ്ഥാനമില്ലെന്നും തന്നേക്കാൾ കൂടുതൽ സ്ഥാനം നയനയ്ക്കാണെന്നും അതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നവ്യയുടെ സ്വഭാവമുള്ള ആർക്കാണെങ്കിലും ചെറിയൊരു കുശുമ്പും അസൂയൊക്കെ വരുമല്ലോ. ആ ഒരു കുശുമ്പും അസൂയയും നമ്മുടെ നവ്യയുടെ മനസ്സിൽ അമ്പാടെ കിടപ്പുണ്ട്. ആ പഴയ നവ്യ പുറത്ത് വരികയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. അപ്പൊ ഏതായാലും ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്തുമോളെയും കൊണ്ട് എങ്ങോട്ടാ, അമ്പലത്തിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. ചന്തുമോളുടെ പിറന്നാളാണ് ഇന്ന്. അപ്പൊ അതുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പൊ അമ്പലത്തിൽ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി കാണുന്നുണ്ട്. അപ്പം ആദർശിന്റെ നയനയുടെയും കൂടെയാണ് അമ്പലത്തിൽ പോകുന്നത്. അങ്ങനെ നമ്മുടെ ദേവയാനി ചെന്നിട്ട്, അല്ല ഇതിപ്പോ ആരാ വന്ന് നിൽക്കുന്നത്? സുന്ദരി കുട്ടിയായല്ലോ. അപ്പൊ ആദർശ് പറഞ്ഞു, ഇതിനേക്കാളും സുന്ദരി കുട്ടിയാകാൻ പോകുന്നതേ ഉള്ളൂ. ഇത് ദേ വെറും ഒരു ഉടുപ്പല്ലേ, മാലാഹക്കുട്ടിയുടെ ഉടുപ്പ്. കേക്ക് കട്ട് ചെയ്യാൻ നേരത്താ ഇടുന്നത്. അപ്പൊ ഇന്ന് ഈ സുന്ദരിക്കുട്ടി മാലാഹക്കുട്ടി ആവോ? അപ്പോഴത്തേക്കും നമ്മുടെ ചിന്നുമോള്, ആ ചിന്നിമോള് മാലാഹക്കുട്ടി ആകും എന്നൊക്കെ പറയുന്നുണ്ട്. നയന പറയാ, അതെ അമ്മേ, സമയം പോയി, ഞങ്ങൾ പോട്ടെ. ആ മക്കളെ, നിങ്ങൾ പൊക്കോ. അല്ല ചിന്നിമോളെ, അമ്പാട്ടീനെ കണ്ട് എല്ലാം പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മയ്ക്ക് പെട്ടെന്ന് അസുഖം ഭേദമാകാനൊക്കെ പ്രാർത്ഥിക്കണം എന്നൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ പറഞ്ഞു വിടാണ്. അങ്ങനെ ഏതായാലും ഇവര് നേരെ അമ്പലത്തിലേക്ക് പോകുന്നു. ഇതൊക്കെ കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ നവ്യക്ക് അത്രയ്ക്ക് പിടിക്കുന്നില്ല. നവ്യാണെങ്കിൽ നേരെ അബിയുടെ മുമ്പിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഓരോ കുറ്റങ്ങൾ ഇങ്ങനെ അബിയോടും പറയുകയാണ്. അബി ഇത് കേട്ട് കഴിയുമ്പോൾ ജലജ പറയുന്നതിന്റെ 100 ഇരട്ടിയായിട്ട് ഇങ്ങനെ എരുതിയിൽ എണ്ണ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നവ്യ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും മനസ്സ് ഉരുകി പിടയ്ക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രമാത്രം വിരോധമാണ് ഇപ്പം ആദർശിനോട് നവ്യക്കുള്ളത്. തന്റെ അനീതിയുടെ ജീവിതം നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആദർശ് കാരണം ഇപ്പൊ തന്റെ ജീവിതവും നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള ആ ഒരു ചിന്തയൊക്കെയാണ് നമ്മുടെ നവ്യയുടെ മനസ്സിലേക്ക് കയറി ഓടി പാഞ്ഞെത്തുന്നത്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി നേരെ പോകുന്നത് നമ്മുടെ ചന്തുമോളുടെ അമ്മയുടെ അടുത്തേക്കാണ്. അപ്പം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഇങ്ങനെ കിടപ്പാണല്ലോ. അങ്ങനെ നമ്മുടെ അബി പുള്ളിക്കാരിനെ കണ്ടതും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ്, കുത്തി കുത്തി വേദനിപ്പിക്കുകയാണ്. നിന്റെ മകൾക്ക് അവിടെ സുഖമാടി, പരമസുഖം. ഇപ്പൊ അവള് സുഖിച്ചങ്ങോട്ട് പോട്ടെ. അവൾ അവിടുത്തെ രാജകുമാരി പോലെ ഇപ്പം വാഴുന്നത്. ആദർശ നയനിയും കൈവെള്ളയെ കൊണ്ടല്ലേ അവളെ നടക്കുന്നത്. നിന്റെ കുഞ്ഞിന്റെ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. എന്റെ കുട്ടിക്ക് കൊടുക്കാത്ത സ്ഥാനം വരെ
അവിടെ നിന്റെ കുട്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതെന്റെ കുട്ടിയല്ലല്ലോ. ദേ ഞാനൊരു കാര്യം പറയാടേ, ആദർശിന്റെ നയനിയുടെയും കുട്ടിയായിട്ടടി നിന്റെ ചന്തു മോള് വളരുന്നത്. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ടേക്ക് വളരുന്നത്. ഇനി മറിച്ച് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാല്, ഇനി എന്തെങ്കിലും ഒരുപക്ഷെ ഞാനാണ് അവളുടെ അച്ഛനെന്ന് അറിഞ്ഞാല്, നീ ഉടനെ തന്നെ അങ്ങ് പോവൂലോ സ്വർഗത്തിലേക്ക്. അങ്ങോട്ടേക്ക് ഞാൻ നിന്റെ മകളെ പറഞ്ഞയക്കും. ഇത് കേട്ടതും നമ്മുടെ അനഘയ്ക്ക് എന്തോ പോലെ ആയി പോയിട്ടോ. അനഘയുടെ കണ്ണൊക്കെ നിറഞ്ഞ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് വേലക്കാരി കടന്നു വരുന്നത്. അവിടെ നിൽക്കുന്ന ആ ഒരു ഹോം നേഴ്സ് വന്നതും പെട്ടെന്ന് നമ്മുടെ അബിയുടെ സ്വഭാവമൊക്കെ അങ്ങ് അബി മാറ്റി. എന്നിട്ട് സാരമില്ല അനഘേ, എല്ലാം ശരിയാകും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും ആ വേലക്കാരി പറയുന്നുണ്ട്, അതെ എല്ലാം ശരിയാകട്ടെ, ഈ കുട്ടി എല്ലാം കേൾക്കുന്നുണ്ട്, ഈ കുട്ടിക്ക് എല്ലാം മനസ്സിലാകും. അല്ല, ചന്തുമോളുടെ പിറന്നാളല്ലേ ഇന്ന്? ആ അതെ, ചന്തുമോളുടെ പിറന്നാളാ ഇന്ന്. അവളുടെ അച്ഛനും അമ്മയും കൂടി കൊണ്ടുപോയിട്ടുണ്ട് അവളെ അമ്പലത്തിലേക്ക്. ആ ഏതായാലും ആദർ സാറും നയന മേഡവും അങ്ങനെ ഒരു മനസ്സ് കാണിച്ചത് നന്നായി. ആ കുട്ടിയെ ഏറ്റെടുത്തല്ലോ. അപ്പോഴത്തേക്കുമാണ് അഭി പെട്ടെന്ന് പറയുന്നത്, ആദർശം നയനയും അല്ല, മുത്തശ്ശൻ അനന്തമൂർത്തിയാ ആ കുട്ടീനെ ഏറ്റെടുത്തത്. അനന്തമൂർത്തി എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചാലേ പിന്നെ അവർക്ക് വേറെ ഒന്നുമില്ല. അനന്തമൂർത്തിയുടെ തീരുമാനമാണ് അനന്തപുരി തറവാട്ടിലെ ലാസ്റ്റ് തീരുമാനം. അതുകൊണ്ട് മാത്ര ആദർശ് വീരനായിട്ട് നടക്കുന്ന ആദർശ് ആ കുട്ടീനെ ഏറ്റെടുത്തത്. അല്ലാതെ ആ കുട്ടിയോടുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ എളിമ കൊണ്ടോ ഒന്നും അല്ല. അറിയില്ല ആദർശ് ആരാണെന്ന്. ആ അറിയുന്നവരൊന്നും അത്രയ്ക്കും അടുത്തിട്ടുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആദർശിന്റെ ഓരോ കുറ്റമൊക്കെ പറഞ്ഞ് ആ ഹോം നേഴ്സിനെയും കേൾപ്പിക്കുകയാണ്. ഇതേ സമയം ആയിക്കോട്ടെ, നയനയും ആദർശും അമ്പലത്തിലേക്ക് എത്തിയിട്ടോ. അമ്പലത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മുടെ കനകയും ഉണ്ടായിരുന്നു. ഈ കുട്ടിയെ കൊണ്ടാണല്ലോ നമ്മുടെ നയനയും ആദർശും വരുന്നത് കണ്ടത്. നയനയല്ല, കനക ഇവരെ കണ്ട ഉടനെ മുഖമൊക്കെ അങ്ങോട്ട് വീർപ്പിച്ച് കെട്ടി എന്തോ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോഴേക്കും തന്നെ ആദർശിന് എന്തോ പോലെ. അപ്പൊ ആദർശനോട് നയന ചോദിച്ചു, എന്തിനാ ആദർശേട്ടൻ എന്റെ അമ്മയെ കാണുമ്പോൾ മുഖം മാറി നടക്കുന്നത്, മുഖം ഒഴിഞ്ഞ് നടക്കുന്നത്? അല്ലെങ്കിൽ എന്താ, ആദർശേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലോ, പിന്നെ എന്തിനാ ആദർശേട്ടൻ പേടിക്കുന്നത്? എനിക്കറിയാലോ ആദർശേട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. അമ്മയുടെ തെറ്റിദ്ധാരണയല്ലേ ഇതൊക്കെ, പിന്നെ എന്തിനാ ഈ പേടി? പേടിയൊന്നും അല്ല, എങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു ചിന്ത മാത്രമേ എനിക്കുള്ളൂ. പേടിയൊന്നും ഇല്ല നയനെ. എങ്കിൽ പിന്നെ മോളെയും കൂട്ടി ആദർശേട്ടൻ അങ്ങോട്ട് പൊക്കോ, ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയാണ് നമ്മുടെ കനകയോട് സംസാരിക്കാൻ. കനക കണ്ടതും, ഓ നിന്റെ കെട്ടിയവൻ എന്റെ മുഖത്ത് നോക്കാൻ വലിയ മടിയാണല്ലോടി. എങ്ങനെ മടി ഉണ്ടാകാതിരിക്കും? അതുപോലെയുള്ള കാര്യങ്ങളാണല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്. കനക ഇങ്ങനെ ഓരോന്ന് പറയുമ്പം നയനിക്ക് ദേഷ്യം വരികയാണ്. അമ്മ എന്തൊക്കെ അറിഞ്ഞിട്ടാ ഈ സംസാരിക്കുന്നത്? ആദർശേട്ടനെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. നിന്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്താതെ അവനെ എടുത്ത് ഞാൻ രൂപക്കൂട്ടി വെക്കാടി. അവൻ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണല്ലോ. എങ്ങനെയാ നയനമോളെ ഇതൊക്കെ സഹിച്ച് ആ പെങ്കൊച്ചിനെ നീ കൂടെ കൊണ്ട് നടക്കുന്നത്? ഞാൻ പറഞ്ഞു, അവള് എന്റെ മോളാണ്, ഞാൻ അവളെ എന്റെ മോളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമ്മ ദയവ് ചെയ്ത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. പ്രത്യേകിച്ച് ആദർശേട്ടനെ കാണുമ്പോൾ മുഖം ഇങ്ങനെ വീർപ്പിച്ച് വെക്കരുത്. പിന്നെ ഞാൻ എന്താ ചെയ്യണത്? തെറ്റ് ചെയ്യുന്നവനെ കണ്ട് എന്റെ പല്ല് 32 പുറത്തെടുത്തിരണോ? അതാണോ നീ പറയുന്നത്? എന്നെ കൊണ്ട് പറ്റില്ല അതൊന്നും. നീ വലിയ കേമമായിട്ട് നിന്റെ ഭർത്താവിനെ കൊണ്ട് നടന്നോ? ഞാനൊരു കാര്യം പറയാം. ആ കിടക്കുന്നവളുണ്ടല്ലോ, അവള് തിരിച്ചു വല്ലോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ സ്ഥാനം അനന്തപുരി തറവാട്ടിന് വെളിയിലായിരിക്കും. ഒരിക്കലും എന്റെ സ്ഥാനം അനന്തപുരി തറവാട്ടിന് വെളിയിൽ ഉണ്ടാവില്ലമ്മേ. ആ ഒരു വിശ്വാസം ഉറപ്പും എനിക്കുണ്ട്. അതെനിക്ക് ആദർശേട്ടൻ തന്നിട്ടുണ്ട്. ആ വിശ്വാസം മാത്രം മതി, വേറൊന്നും എനിക്ക് വേണ്ട. പിന്നെ അമ്മയുടെ ഈ തെറ്റിദ്ധാരണയൊക്കെ മാറുന്നൊരു ദിവസം വരും. എന്ത് തെറ്റിദ്ധാരണ എന്നാ നീ പറയുന്നത്? ആദർശ് തന്നെ പറഞ്ഞു അതാണ് അവന്റെ മകളെന്ന്. പിന്നെ ഇതിൽ കൂടുതൽ എന്താണ് അറിയേണ്ടത്? എന്ത് സത്യമാണ് വെളിപ്പെടാനുള്ളത്? അല്ല, ഇനി വേറെന്തെങ്കിലും സത്യം നീ പറയാനുണ്ടോ? ഓരോ സത്യങ്ങളാണല്ലോ ഓരോ ദിവസം ചെല്ലുന്തോറും തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് സൈഡിൽ നിന്ന് സത്യം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏതായാലും ഞാൻ പോവുക. ഇവിടെ നിന്നേ എന്റെ ബേബി കൂട്ടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. മോളെ, അവസാനമായിട്ട് പറയാ, നിനക്ക് ഇനിയും തീരുമാനമെടുക്കുവാനുള്ള സമയമുണ്ട്. അവിടെ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും നിനക്ക് അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ കനക അവിടെ നിന്ന് പോകുന്നത്. നയനയ്ക്ക് വല്ലാത്തൊരു സങ്കടമായി പോയിട്ടോ. കാരണം കനക ഇപ്പോഴും നമ്മുടെ ആദർശിനെ അവിശ്വസിക്കുകയാണല്ലോ എന്നോർത്തിട്ട്. ഇത് കഴിഞ്ഞ് നേരെ ചെന്ന് അമ്പലത്തിലേക്ക് തൊഴുതു നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ചന്തുമോളെയും കൊണ്ട് നേരെ തൊഴാൻ ചെല്ലുമ്പം അവിടുത്തെ ശാന്തി ഓരോ കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തത് അനന്തപുരി തറവാട്ട് എല്ലാവർക്കും പുണ്യം മാത്രമേ കിട്ടത്തുള്ളൂ. അനാഥ കുട്ടികളെ നോക്കുക എന്നത് അനന്തപുരി തറവാട്ടിലെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണല്ലോ. അല്ലെങ്കിലും പണ്ട് മുതലേ അനന്തമൂർത്തി അങ്ങനെയാണല്ലോ. അനന്തമൂർത്തി സാറ് എങ്ങനെയുള്ളവരാണെന്ന് എല്ലാവർക്കും അറിയാം.
അനാഥ കുഞ്ഞുങ്ങളെയും അതുപോലെ അനാഥാലയങ്ങളെയും ഒക്കെ സംരക്ഷിക്കാൻ ഒരുപാട് മനസ്സുള്ള ഒരാളാണ് അനന്തമൂർത്തി സാറ്. അതുകൊണ്ട് തന്നെ ഈ മോളെയും നിങ്ങൾ സംരക്ഷിക്കണം. അങ്ങനെ ഒരു നല്ലൊരു കൊച്ചായിട്ട് ഇവള് വളരും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചൊക്കെ വിടാണ് കേട്ടോ. ഏതായാലും ചന്തുമോള് അനാഥക്കുട്ടിയാന്ന് ഓർത്താണ് എല്ലാവരും ഇരിക്കുന്നത് പുറത്ത്. അകത്ത് ആദർശിന്റെ കുഞ്ഞും പുറത്ത് അനാഥക്കുട്ടിയും, ഒറിജിനൽ നമ്മുടെ അഭിയുടെ കുട്ടിയും. അങ്ങനെയാണല്ലോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭിയെ തന്നെയാണ്. അങ്ങനെ അഭി നവ്യയുടെ അടുത്ത് വരിക. അങ്ങനെ നവ്യയുടെ അടുത്ത് വന്നിട്ട് ഓരോന്നൊക്കെ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാണ് കേട്ടോ. കുത്തി പറയാണ്. കുത്തി എന്ന് പറഞ്ഞാൽ എന്തിനാ നമ്മളിവിടെ നിൽക്കുന്നത്? ഇവിടെ ഇന്ന് വലിയ പിറന്നാളല്ലേ നടക്കുന്നത്? ഇതിന്റെ ആവശ്യമുണ്ടോ? ഇവിടെ നിന്നില്ലെങ്കിൽ ചിലപ്പോൾ മുത്തച്ഛന്റെ വായിലിരിക്കുന്നതും കേൾക്കേണ്ട വരുന്ന പറഞ്ഞപ്പോഴത്തേക്കും നവ്യ പറഞ്ഞു, ഓ എനിക്കിവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ല. അമ്മയുടെ അടുത്ത് പോവാണെങ്കിൽ കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുമായിരുന്നു. അമ്മയോട് സങ്കടം പറയുമ്പോഴത്തേക്കും എന്തോ എനിക്ക് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. ഇവിടെ ആരോട് സങ്കടം പറയാനാ? നേരത്തെ നൈനിയോട് പറയായിരുന്നു. അവളിപ്പം ആ കുട്ടീനെ ചുമന്നുകൊണ്ട് നടക്കല്ലേ. അല്ല നീ അറിഞ്ഞില്ലേ? നവ്യ അലങ്കരിച്ച് വെച്ചേക്കുക, ചെന്ന് നോക്ക്. വീട് മുഴുവൻ അലങ്കരിച്ച് വെച്ചേക്കുക. നമ്മുടെ കുഞ്ഞിന്റെ നൂലുകെട്ടിന് പോലും ഇത്രയും അലങ്കാരമൊന്നും ഇല്ലായിരുന്നല്ലോ. എപ്പോഴാ നിന്റെ ചേച്ചിയും നിന്റെ ചേട്ടനും ഒക്കെ വന്നത് നൂലുകെട്ടിന്? ഇത് അതുപോലെയൊന്നുമല്ല, അലങ്കരിച്ച് ഗംഭീരമാക്കി വെച്ചേക്കുക പെരുന്നാളിന്. ഇത് കേട്ടതും നവ്യക്ക് വീണ്ടും ദേഷ്യം വന്നു കേട്ടോ. നവ്യ അലങ്കരിച്ചതൊക്കെ പോയി നോക്കാണ്. ഇത് കാണുമ്പോൾ നവ്യക്ക് ദേഷ്യം വരികയാണ്. നവ്യ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല. ഇതെന്തൊക്കെ ഇവളീ കാണിച്ചു കൂട്ടുന്നത്? ഇവളുടെ മനസ്സിൽ എന്താണ്? ഒരു ഭർത്താവ് അവിഹിതത്തിൽ ഒരു കുട്ടിയെ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഇവർക്ക് നാണമില്ലേ? അതിന്റെ പിറന്നാളും അതിന്റെ എല്ലാ ആഘോഷങ്ങളും നടത്താനായിട്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാ. എന്നിട്ട് അബിയോട് പറഞ്ഞു, അല്ല ബി, നമുക്ക് പോകാം, എൻ്റെ അമ്മയുടെ അടുത്ത് പോകാം. അമ്മയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഞാൻ പറയുമ്പോൾ നയനയെ തിരുത്താൻ അമ്മയ്ക്ക് മാത്രമേ പറ്റുകയുള്ളൂ. അവിടെ ചെന്ന് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് അമ്മയോട് പറയണം. അമ്മ നയനയെ വിളിച്ചു പറഞ്ഞോളും. അല്ലാതെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നയനെ ഒന്നും തിരുത്താൻ പോകുന്നില്ല. ഇത് കേട്ട ഉടനെ അഭി പറഞ്ഞു, അല്ല നമ്മൾ അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മുത്തശ്ശ സമ്മതിക്കൂ? ഇന്നത്തെ പിറന്നാൾ ദിവസമായിട്ട്. ഏതായാലും ഈ സമയത്ത് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചന്തുമോള് കയറി വരികയാണ്. ചന്തുമോളും അതുപോലെ നയനയും ആദർശമൊക്കെയാണ് കയറി വരുന്നത്. നമ്മുടെ ദേവയാനി അവിടെ നിൽപ്പുണ്ടായിരുന്നു. ദേവയാനിയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശം നയനിയും കനകയെ കണ്ട കാര്യമൊക്കെ ദേവയാനിയോട് പറയുന്നുണ്ട്. എന്നിട്ട് കനകയെ അവിടെ വെച്ച് നമ്മുടെ ആദർശനോട് മിണ്ടിയില്ലെന്നും ആ ഒരു രീതിയിലാ പെരുമാറിയതെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ദേവയാനിക്ക് ഒരുമാതിരി വിഷമമൊക്കെ തോന്നുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, സാരമില്ലമ്മ പോട്ടെ, അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ, അമ്മ ഇപ്പൊ തെറ്റിദ്ധരിച്ചിരിക്കല്ലേ ആദർശേട്ടനെ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആദർശം പറഞ്ഞു, അതൊന്നും ഞാൻ വലിയ കാര്യമാക്കി എടുത്തിട്ടില്ല. കാരണം എന്നെ അറിയാവുന്ന എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും മുത്തച്ഛനും മുത്തശ്ശിയും എൻ്റെ അച്ഛനും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ വിഷമിക്കുന്നത്? സത്യം എന്തെന്ന് എനിക്കറിയാലോ, അതുകൊണ്ട് തന്നെ എനിക്ക് വിഷമമൊന്നുമില്ല. അപ്പോഴത്തേക്കും ചന്തുമോളോട് ദേവയാനി പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ പോയി മാലഹാക്കുട്ടിയുടെ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വാ, കേക്ക് കെട്ടിയണ്ടേ, പിറന്നാൾ ആഘോഷിക്കണ്ടേ? എങ്കിൽ പിന്നെ ഞാൻ പോയിട്ട് റെഡി ആയിട്ട് വരാം, വാ നയനാമേ എന്നും പറഞ്ഞ് നയനയും കൂട്ടി അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ നമ്മുടെ ചന്തുമോള്. ഈ സമയം ഇതൊക്കെ കണ്ടിട്ട് രൂക്ഷമായിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ. സഹിക്കുന്നില്ല നവ്യക്ക്. നവ്യ അബിയോട് പറയാ, ഭാബി നമുക്ക് പോകാന്നൊക്കെ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അതായത് ലാസ്റ്റ് സീൻ എന്ന് പറഞ്ഞാൽ ചന്തുമോള് വരുന്നു, നമ്മുടെ നവ്യ ഇങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു. എങ്ങോട്ടേക്ക്? നമ്മുടെ നവ്യയുടെ വീട്ടിലേക്ക്, കനകയുടെ അടുത്തേക്ക്. ഏതായാലും നമ്മുടെ നവ്യ സത്യങ്ങൾ ഒരു ദിവസം അറിയുക തന്നെ ചെയ്യും. അന്ന് അഭിയുടെ 16 അടിയന്തരവും 28 കെട്ടുമൊക്കെ ഒരുമിച്ച് നടക്കുന്ന ദിവസമായിരിക്കും. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലെ? അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ ഉടനെ നമ്മുടെ നന്ദു SI ആയിട്ട് എത്തുന്നുണ്ട്. SI സെലക്ഷനൊക്കെ കിട്ടി. ക്യാമ്പിന്റെ ഇതൊക്കെ വന്നു. എന്നിട്ട് ഇപ്പം പോസ്റ്റ് എടുക്കുകയാണ്. അത് SI ആയിട്ട് എവിടെയാണെന്നോ ആ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് SI ആയിട്ട് ചാർജ് എടുക്കുന്നത്. ഏതായാലും ഇനി പേടിക്കാൻ ഒരുപാട് കിടക്കുന്നു. അനാമികയ്ക്ക് പേടിക്കണം, അഭിക്ക് പേടിക്കണം. കള്ളനും കള്ളി ഇവരാണല്ലോ. അങ്ങനെ അഭിക്കും അനാമികയ്ക്കും പേടിയുടെ ദിവസങ്ങളാട്ടോ ഇനി അങ്ങോട്ടേക്ക് നമ്മൾ കാണാൻ പോകുന്നത്. ഏതായാലും പോലീസ് യൂണിഫോത്തിൽ നമ്മുടെ നന്ദു എത്തുന്നതൊക്കെ അടിപൊളി ലുക്കിലൊക്കെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കാത്തിരുന്ന് തന്നെ കാണുക. അങ്ങനെ പല കേസുകളും, തെളിയാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കുന്നുണ്ട്. അപ്പം എല്ലാം കാണാൻ നമുക്കപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടെ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ നമുക്കിപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്നാണ് ആ ഓപ്ഷന്റെ പേര് കേട്ടോ. അപ്പോൾ ഒന്ന് ഹൈപ്പും കൂടെ ചെയ്തിട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.